പരുഷനിലയിൽ വിളമ്പാൻ വിഭവങ്ങൾ ഏതൊക്കെയായെൻ്റെ നീലിപ്പെണ്ണേ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് വേവിക്കാം. വെള്ളം ഒഴിക്കുക. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനകത്തേക്ക് ഉള്ളി ഇടുന്നു. ഒരു പരിപ്പ് വേവാനുള്ള ഒരു സമയം മാത്രമാണ് ഇപ്പോൾ വേണ്ടത്, ആവശ്യമുള്ളത്. ആ സമയം കൊണ്ട് നമുക്ക് വെണ്ടക്ക ഒന്ന് വഴറ്റാം. ശകലം എണ്ണ ഒഴിച്ചു. ചെറുതായിട്ടൊന്ന് വഴഞ്ഞാൽ മതി വെണ്ടയ്ക്ക. പരിപ്പ് വെന്ത് കാണും. ഇതിനകത്തേക്ക് വെണ്ടക്ക വഴറ്റി വെച്ച വെണ്ടയ്ക്ക എടുക്കാം, ചേർക്കുന്നു. ഇതിൽ നിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിനകത്തേക്ക് കഷ്ണിച്ച് വെച്ച് മുരിങ്ങക്കായ ഇടാം. അതിനകത്തേക്ക് തക്കാളിയും ചേർക്കാം. കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് പിടിക്കണം. നമുക്ക് ഈ കഷ്ണം വെന്ത് കഴിഞ്ഞാൽ സാമ്പാർ പൊടി ചേർക്കാം. സാമ്പാർ നന്നായി കുറുകി അതിനകത്തിട്ട കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് സാമ്പാർ പൊടി ഇടാം നമുക്ക്. ഇനി അടുത്തതായിട്ട് നമുക്ക് പുളി ചേർക്കാം. ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് വറവ് ചേർക്കാം. വറവിടാനുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ശകലം. അതിനകത്തേക്ക് കടുകും ഉണക്കമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് വറവ് ചേർത്താൽ സാമ്പാർ റെഡിയായി. കടുക് പൊട്ടിയാൽ മുളക്, കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിനകത്തേക്ക് മുളക് ഇടുന്നു. കറിവേപ്പില, ഇതിനകത്തേക്ക് ഇനി ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. ഇപ്പോൾ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഞ്ചിയും